നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. പടന്നക്കാട്ട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത കേസിൽ ഹോസ്ദുർഗ് പോക്സോ കോടതിയിൽ അന്തിമവാദം തുടങ്ങി. മുളിയാറിൽ കിണറിൽ കുടുങ്ങിയ 50-കാരന് രക്ഷകരായി കാസർഗോഡ് അഗ്നിരക്ഷാസേന. കിണർ വൃത്തിയാക്കുന്നതിനിടെ തളർച്ച അനുഭവപ്പെട്ട ശിവൻ എന്ന തൊഴിലാളിയെയാണ് രക്ഷിച്ചത്. ചെറുവത്തൂർ ഉപജില്ലാതല അധ്യാപക സംഗമത്തിന് തുടക്കമായി. ഉപജില്ലാതല ഉദ്ഘാടനം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി നിർവഹിച്ചു. വെളിച്ചം അന്താരാഷ്ട്ര ഖുർആൻ പഠന പദ്ധതിയുടെ സംസ്ഥാനതല സംഗമം മെയ് 18-ന് കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് കോൺഫറൻസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം നടന്നു. സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് സ്ഥാപനത്തിലും വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും നിരവധി വ്യാജരേഖകൾ പോലീസ് കണ്ടെടുത്തു. പ്രിന്റിംഗ് മെഷീൻ ഉൾപ്പെടെ സാധനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തവയിൽ ഉൾപ്പെടും. കാഞ്ഞങ്ങാട് സൗത്ത് പനങ്കാവിലെ P രവീന്ദ്രൻ, കൊവ്വൽപ്പള്ളിയിലെ K സന്തോഷ് കുമാർ, ഹോസ്ദുർഗ് കടപ്പുറത്തെ ഷിഹാബ് എന്നിവരാണ് അറസ്റ്റിലായത്. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് SIT അഖിലും സംഘവുമാണ് റെയ്ഡ് നടത്തിയത്. SI ഷാരംഗ്ധറിന്റെ നേതൃത്വത്തിൽ വീട് റെയ്ഡ് നടത്തി. പുതിയകോട്ട ടൗണിലെ നെറ്റ്4യു സൈബർ കഫേയിൽ പരിശോധന നടത്തി. ഇവിടെ നിന്നും നിരവധി വ്യാജരേഖകൾ കണ്ടെത്തി. സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ, ID കാർഡുകൾ, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒട്ടേറെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെടുത്തത്. ഷിഹാബിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജരേഖകൾ നിർമ്മിക്കുന്ന പ്രിന്റിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി. സന്തോഷിന്റേതാണ് ഇന്റർനെറ്റ് കഫേ സ്ഥാപനം. രവീന്ദ്രൻ വിതരണക്കാരനാണ്. ഷിഹാബാണ് ഇവ നിർമ്മിക്കുന്ന പ്രധാനിയെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിനകത്തും പുറത്തും ഇവർ വ്യാജരേഖകൾ ഉണ്ടാക്കി വിതരണം ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സന്തോഷ് കുമാറിന്റെ സ്ഥാപനത്തിൽ രവീന്ദ്രൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഷിഹാബിന്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുക്കും. ഷിഹാബാണ് പ്രിന്റ് എടുക്കുന്നത്. ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോണും സർട്ടിഫിക്കറ്റുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പടന്നക്കാട്ട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത കേസിൽ ഹോസ്ദുർഗ് പോക്സോ കോടതിയിൽ അന്തിമവാദം തുടങ്ങി. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും സാക്ഷി വിസ്താരം പൂർത്തിയായതോടെയാണ് അന്തിമവാദം തുടങ്ങിയത്. കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത കേസിന്റെ അന്തിമവാദം തുടങ്ങി. ഹോസ്ദുർഗ് പോക്സോ കോടതിയിലാണ് അന്തിമവാദം ആരംഭിച്ചത്. വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും സാക്ഷി വിസ്താരം പൂർത്തിയായതോടെയാണ് അന്തിമവാദം തുടങ്ങിയത്. കേസിൽ 62 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. കുടക് സ്വദേശിയായ PA സലീം 1-ാം പ്രതിയും സഹോദരി സുവൈബ 2-ാം പ്രതിയുമായ കേസിൽ വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും അഭിഭാഷകർ തമ്മിലുള്ള വാദപ്രതിവാദമാണ് നടക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ കേസിൽ ഉടൻ വിധിയുണ്ടാകും. 2024 മെയ് 15-ന് പുലർച്ചെ 3-ഓടെയാണ് വീട്ടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്തത്. സ്വർണ്ണക്കമ്മൽ വിൽക്കുവാൻ സഹായിച്ചതിനാണ് സലീമിൻ്റെ സഹോദരിയെ കേസിൽ പ്രതി ചേർത്തത്. സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു. ഒളിവിൽ പോയ പ്രതിയെ ആന്ധ്രയിലെ അടോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പിടികൂടിയത്. കേസിൽ 39 ദിവസങ്ങൾ കൊണ്ട് അന്വേഷണ സംഘം കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതി 1-ൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിൻ്റെ മുടിയുടെയും രക്തത്തിൻ്റെയും DNA പരിശോധനാ ഫലം ഉൾപ്പെടെ 42 ശാസ്ത്രീയ തെളിവുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുളിയാറിൽ കിണറിൽ കുടുങ്ങിയ 50-കാരന് രക്ഷകരായി കാസർഗോഡ് അഗ്നിരക്ഷാസേന. കിണർ വൃത്തിയാക്കുന്നതിനിടെ കൈകാലുകൾക്ക് തളർച്ചയനുഭവപ്പെട്ട ശിവൻ എന്ന തൊഴിലാളിയെയാണ് അഗ്നിരക്ഷാസേന രക്ഷിച്ചത്. തീർത്തും അവശനായ തൊഴിലാളിയെ റെസ്ക്യൂ നെറ്റിലാണ് കിണറിൽ നിന്നും പുറത്തെടുത്തത്.
കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് 50-കാരനായ ശിവൻ എന്ന തൊഴിലാളി മുളിയാറിൽ കിണറിൽ കുടുങ്ങിയത്. മുളിയാറിലെ ശ്രീനാഥിന്റെ വീട്ടുമുറ്റത്തെ 40 അടി താഴ്ചയുള്ള വെള്ളമില്ലാത്ത കിണർ വൃത്തിയാക്കുവാൻ ഇറങ്ങിയതായിരുന്നു ശിവൻ. ജോലിക്കിടെ ശിവന് കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടുകയും അവശ നിലയിലാകുകയുമായിരുന്നു. ഉടൻ തന്നെ വീട്ടുകാരും പരിസരവാസികളും തൊഴിലാളിയെ പുറത്തെത്തിക്കുവാൻ ശ്രമിച്ചെങ്കിലും കിണറിന് ആഴം കൂടുതലായതിനാൽ ശ്രമം വിജയിച്ചില്ല. തുടർന്ന് കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും ഇവരെത്തി ശിവനെ പുറത്തെടുക്കുകയുമായിരുന്നു. തീർത്തും അവശനായ തൊഴിലാളിയെ റെസ്ക്യൂ നെറ്റിലാണ് കിണറിൽ നിന്നും പുറത്തെടുത്തത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ VS ഗോകുൽകൃഷ്ണ, സാദിഖ്, S ജിത്തു, തോമസ്, ഫയർ വുമൺ OK അനുശ്രീ, പ്രജിത്ത് OK, ശ്രീജിത്ത് എന്നിവർ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എക്സൈസ് സംഘം പിന്തുടർന്നപ്പോൾ കാറും മദ്യവും ഉപേക്ഷിച്ച് യുവാവ് രക്ഷപ്പെട്ടു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ അണ്ണു എന്ന അരവിന്ദാക്ഷയാണ് രക്ഷപ്പെട്ടത്. നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയാണ് അരവിന്ദാക്ഷ. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. എക്സൈസ് സംഘത്തെ കണ്ടപ്പോൾ കാറും മദ്യവും ഉപേക്ഷിച്ച് അരവിന്ദാക്ഷ രക്ഷപ്പെടുകയായിരുന്നു. കാസർഗോഡ് ബേള ആലമ്പാടി മാന്യ റോഡിൽ മുണ്ടോട്ട് ഉപേക്ഷിച്ച വെള്ള മാരുതി സ്വിഫ്റ്റ് കാറും 528 പാക്കറ്റ് മദ്യവും കാസർഗോഡ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N സൂരജിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു. അരവിന്ദാക്ഷയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അരവിന്ദാക്ഷ നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയാണെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. പ്രിവന്റീവ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ K, സാജൻ അപ്യാൽ, രഞ്ജിത്ത് KV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാംജിത്ത് M, കണ്ണൻ കുഞ്ഞിറ്റി, അമൽജിത്ത് CM എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്കായുള്ള 5 ദിവസത്തെ ചെറുവത്തൂർ ഉപജില്ലാതല അധ്യാപക സംഗമത്തിന് തുടക്കമായി. ഉപജില്ലാതല ഉദ്ഘാടനം പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി നിർവഹിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്കായുള്ള 5 ദിവസത്തെ ചെറുവത്തൂർ ഉപജില്ലാതല അധ്യാപക സംഗമത്തിന് തുടക്കമായി. ഈ അധ്യയന വർഷം മാറുന്ന 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ പരിചയപ്പെടുത്തൽ, ലഹരി വ്യാപനത്തിനെതിരായ പ്രവർത്തനങ്ങൾ, സൈബർ സുരക്ഷ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗം ഗവൺമെന്റ് HSS പിലിക്കോട്, UP വിഭാഗം ഉദനൂർ സെൻട്രൽ AUP സ്കൂൾ, LP വിഭാഗം തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. 2 ഘട്ടങ്ങളായി നടക്കുന്ന പരിശീലനം 24-ന് പൂർത്തിയാകും. ഉപജില്ലാതല ഉദ്ഘാടനം പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ, M സുനിൽകുമാർ, രത്നാവതി ടീച്ചർ, PV വിനോദ് കുമാർ, കീർത്തി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാസ് ഏർപ്പെടുത്തിയ മാധവൻപാടി അവാർഡ് വിതരണവും കൊച്ചുകൃഷ്ണൻ മാധവൻപാടി അനുസ്മരണ സമ്മേളനവും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്നു. സാംസ്കാരിക പ്രവർത്തകനും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ PK ഗോപൻ അവാർഡ് വിതരണവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. ഷാർജയിലെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനും മാസ് സ്ഥാപക നേതാവും ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ദീർഘകാല ഭരണസമിതി അംഗവുമായിരുന്ന മാധവൻപാടിയുടെ സ്മരണാർത്ഥം മാസ് ഏർപ്പെടുത്തിയ 4ാമത് മാധവൻപാടി അവാർഡ് വിതരണവും കൊച്ചുകൃഷ്ണൻ മാധവൻപാടി അനുസ്മരണ സമ്മേളനവും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്നു. സാംസ്കാരിക പ്രവർത്തകനും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ PK ഗോപൻ അവാർഡ് വിതരണവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. പഠന പാഠ്യേതര മികവും സാമൂഹ്യ പ്രതിബദ്ധതയും കണക്കിലെടുത്ത് നൽകുന്ന അവാർഡിന് ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ബോയ്സ് വിഭാഗത്തിൽ ആദിൽ ജിമ്മിയും ഗേൾസ് വിഭാഗത്തിൽ ഹിദ ഫാത്തിമയുമാണ് അർഹരായത്. 25,000 രൂപയുടെ ക്യാഷും ഫലകവുമടങ്ങിയ അവാർഡാണ് നൽകിയത്. മാസ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം അംബിക്കാന ചെയർമാനും മുൻ പ്രസിഡന്റുമാരായ വാഹിദ് നാട്ടിക, താലിബ് എന്നിവരും മാസ് ഭാരവാഹികളും അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ചടങ്ങിൽ മാസ് പ്രസിഡന്റ് അജിത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിനു കോറോം സ്വാഗതം പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ, മാസ് സ്ഥാപക നേതാക്കളായ TK അബ്ദുൽ ഹമീദ്, RP മുരളി, ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽമാരായ പ്രമോദ് മഹാജൻ, അമീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അലോഷിയുടെ ഗസലും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫറൻസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു.
SMA സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമസ്ത സെന്റിനറിയുടെ ഭാഗമായി മദ്രസ പ്രസ്ഥാനവും മൂല്യബോധനവും എന്ന ശീർഷകത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫറൻസിന്റെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജില്ലാ സമ്മേളനം നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തി. SMA സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഐക്യത്തോടുകൂടെ യോജിപ്പോടുകൂടെ വളരെ പോസിറ്റീവായ ചിന്തയോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയരാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ 100ാം വാർഷികം വരികയാണ്. ആ 100ാം വാർഷികത്തിന് ഓരോരുത്തർക്കും അവരുടേതായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. നാട് നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി അത് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന ബോധമാണ്. നമ്മളെ ഒരു കൊല്ലം നമ്മൾ ഇതിലിട്ടിട്ട് നമ്മളെ കൊണ്ട് എന്ത് കഴിഞ്ഞു? ഒരാളെങ്കിലും നമ്മുടെ അനുഭാവിയാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഈ മാനേജ്മെന്റിൽ എന്ത് നേട്ടം? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇക്കൊല്ലത്തെ നേട്ടം എന്ത് എന്ന് നമുക്കിങ്ങനെ കാണാൻ കഴിയും. നമ്മൾ ഏറ്റെടുത്ത കാര്യത്തിൽ ഓരോ മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിലെങ്കിലും എന്ത് നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. ജില്ലാ പ്രസിഡന്റ് YM അബ്ദുറഹ്മാൻ അസ്ഹനി അധ്യക്ഷത വഹിച്ചു. ഫിനാൻസ് സെക്രട്ടറി ഇത്തിഹാദ് മുഹമ്മദ് ഹാജി പതാക ഉയർത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ആമുഖ പ്രഭാഷണവും ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി സന്ദേശ പ്രഭാഷണവും നടത്തി. സംസ്ഥാന സെക്രട്ടറി അലി അബ്ദുള്ള, SMA സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി, സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കരിവെള്ളൂർ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. സയ്യിദ് ജലാലുദ്ദീൻ സഹദി അൽഹാദി, SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ കണ്ണവം, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഹദി, അഹമ്മദുൽ കബീർ ജമലുല്ലൈലി, അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, ബഷീർ മങ്കയം, അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ, സിദ്ദീഖ് സഖാഫി ബായാർ, ജമാൽ സഖാഫി ആദൂർ, ഇല്യാസ് കൊറ്റുമ്പ, റയീസ് മുയിനി, ബാദുഷാ ഹാദി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 300 മദ്രസകളിൽ നിന്നായി 1500 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സെപ്റ്റിക് ടാങ്കിൽ ആട്ടിൻകുട്ടി വീണപ്പോൾ എല്ലാവരും ഒന്ന് പകച്ചു. ജീവൻ തിരിച്ചു കിട്ടില്ലെന്ന് വിചാരിക്കുകയും ചെയ്തു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഒരു പോറലുമേൽക്കാതെ ആട്ടിൻകുട്ടിയെ പുറത്തെടുത്തതോടെയാണ് മണിക്കൂറുകൾ നീണ്ട ആശങ്കയൊഴിഞ്ഞത്. കാസർഗോഡ് ആലമ്പാടിയിലാണ് ആകാംക്ഷഭരിതമായ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ആലമ്പാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ ആട്ടിൻകുട്ടി വീണത്. മേയാനിറങ്ങിയ ആട്ടിൻകുട്ടി സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബുകൾക്കിടയിലുള്ള വിടവിലൂടെ ഉള്ളിലേക്ക് വീഴുകയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ പരിസരവാസികൾ ഉടൻ തന്നെ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. ആട്ടിൻകുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫയർഫോഴ്സ് എത്തുകയും ഒരു പോറലുമേൽക്കാതെ ആട്ടിൻകുട്ടിയെ പുറത്തെടുക്കുകയും ചെയ്തു. സ്ലാബുകൾ നീക്കി ഏണി വെച്ച് സെപ്റ്റിക് ടാങ്കിലിറങ്ങിയുള്ള ശ്രമകരമായ ദൗത്യമാണ് ആട്ടിൻകുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാനായി ഫയർഫോഴ്സ് നടത്തിയത്. ആശങ്കകളെ അസ്ഥാനത്താക്കി ആട്ടിൻകുട്ടി ജീവനോടെ തിരിച്ചെത്തിയതോടെയാണ് ഏവർക്കും ശ്വാസമൊന്ന് നേരെ വീണത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ VS ഗോകുൽകൃഷ്ണൻ, S സാദിഖ്, ജിത്തു തോമസ്, OK പ്രജിത്ത്, TV ശ്രീജിത്ത് എന്നിവർ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വസ്തി കൂട്ടപ്പന കുട്ടികളുടെയും വനിതകളുടെയും ഭരതനാട്യ അരങ്ങേറ്റം ശ്രദ്ധേയമായി. 17 കുട്ടികൾക്കൊപ്പം 12 വനിതകളും അരങ്ങേറ്റത്തിലുണ്ടായിരുന്നു. കരിച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ M ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പതിനേഴ് കുട്ടികൾക്കൊപ്പം ആദ്യ ചുവടുകൾ വെച്ച് 12 വനിതകളും. കരിച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വസ്തി കൂട്ടപ്പുന കുട്ടികളുടെയും വനിതകളുടെയും ഭരതനാട്യ അരങ്ങേറ്റം സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ കൂടി വേദിയായി.
കലാക്ഷേത്ര സവിതാ സതീഷിന്റെ ശിക്ഷണത്തിലാണ് ശാസ്ത്രീയ നൃത്തം പരിശീലിച്ചെടുത്തത്. സ്വസ്തി ക്ലബ്ബിൽ 12 വർഷത്തിന് മുൻപ് ആരംഭിച്ച നൃത്ത പരിശീലനത്തിൽ ഇതിനകം 100ഓളം കുട്ടികൾ അരങ്ങേറ്റം നടത്തി ശാസ്ത്രീയ നൃത്തം പൂർത്തിയാക്കി. ഇപ്രാവശ്യം മാതൃസമിതി അംഗങ്ങൾ കൂടി അരങ്ങേറ്റം നടത്തിയെന്നതും പ്രത്യേകതയാണ്. ചടങ്ങ് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ എൻ ഗോപാലൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിവിധ സുഗുണൻ, നിഷ കരുണൻ, ഷൈനി രാജേഷ്, സിന്ധു കണ്ണൻ, ശ്രീജന സന്ദീപ്, ശ്രുതി രതീഷ്, ജാസ്മി രാമകൃഷ്ണൻ, രമ്യ സുനിൽ, പ്രീത പ്രിയൻ, അപർണ റെനീഷ്, സജിത രാധാകൃഷ്ണൻ, ജിഷ്മ കെ വി ഇവരെ കൂടാതെ അനാമിക, മാളവിക, അൻവിത, ശിവനന്ദ, ദിയ, അധീന, വിനീഷ, വൈഗ, റിയ, ദേവ്ന, മൈഥിലി, ദേവിക, മയൂഖ, പാർവതി, നവന്യ, ജസിത, അൻഷിക എന്നീ 17 കുട്ടികളും അരങ്ങിലെത്തി. ക്ലബ് സെക്രട്ടറി രമേശൻ, പ്രസിഡന്റ് സുനിൽ, കുഞ്ഞിക്കണ്ണൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ സന്തോഷ് കുമാർ, PTA പ്രസിഡന്റ് സുഗുണൻ, മധുസൂദൻ മാസ്റ്റർ, രാജേഷ്, മീത്തൽ വീട് ബാലകൃഷ്ണൻ നായർ, കരുണാകരൻ, കലാക്ഷേത്ര സവിതാ സതീഷ് എന്നിവർ പരിപാടിയിൽ സന്നദ്ധരായി. കലാകാരികളുടെ കുടുംബാംഗങ്ങളടക്കം നിരവധി പേരാണ് അരങ്ങേറ്റം വീക്ഷിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KNM യുവജന വിഭാഗമായ ISM സംസ്ഥാന സമിതി നടത്തിവരുന്ന വെളിച്ചം അന്താരാഷ്ട്ര ഖുർആൻ പഠന പദ്ധതിയുടെ സംസ്ഥാനതല സംഗമം മെയ് 18-ന് കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KNM യുവജന വിഭാഗമായ ISM സംസ്ഥാന സമിതി നടത്തിവരുന്ന വെളിച്ചം അന്താരാഷ്ട്ര ഖുർആൻ പഠന പദ്ധതിയുടെ സംസ്ഥാനതല സംഗമം മെയ് 18-ന് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഖുർആനിന്റെ മാനവിക സന്ദേശം എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച വെളിച്ചം പഠന പദ്ധതിക്ക് കീഴിൽ 1 ലക്ഷത്തോളം പേർ പഠിച്ചുകൊണ്ടിരിക്കുന്നതായും 17ാമത് വെളിച്ചം ഖുർആൻ സമ്മേളനമാണ് കാഞ്ഞങ്ങാട്ട് നടക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പരീക്ഷയിൽ 10,000-ഓളം സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുക്കും. വിജയികളാകുന്നവർക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ 17ാമത് സംസ്ഥാന സംഗമം ഈ വരുന്ന 18-ാം തീയതി കാഞ്ഞങ്ങാട് പാലേഡിയം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. ഈ ഒരു 17ാമത് സംസ്ഥാന സംഗമം ഇതിൻ്റെ ഭാഗമായി കൃത്യമായ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും ഉന്നതരായ വിജയികളെ തിരഞ്ഞെടുത്തുകൊണ്ട് സമ്മാനദാനം നിർവഹിക്കുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആയിക്കൊണ്ടാണ് ഇതിൻ്റെ സംസ്ഥാന സംഗമങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നത്. അതിൻ്റെ 17ാമത് സംഗമമാണ് കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്നത്. ബഹുമാന്യനായ കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന പ്രസിഡന്റ് EP അബ്ദുള്ളക്കോയ മദനി ഈ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ബഹുമാന്യനായ കർണാടക സ്പീക്കർ UT ഖാദർ അവർകൾ ഇതിൽ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കും. റഹ്മത്തുള്ള സ്വലാഹി, സൈനുദ്ദീൻ AP, അക്ബർ AG, ഹാഷിം കൊല്ലമ്പാടി, ഇബ്രാഹിം കാലിക്കറ്റ്, ഹാരിസ് ചേരൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ അഭിമാനം കാത്ത ഭാരത സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ച് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ മാർച്ചും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ പിലിക്കോട് ശാഖകളുടെ നേതൃത്വത്തിലാണ് കാലിക്കടവ് ടൗണിൽ നിന്നും നടക്കാവ് യുദ്ധസ്മാരകത്തിലേക്ക് മാർച്ച് നടത്തിയത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പിലിക്കോട് ശാഖ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ മാർച്ചിൽ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും മുദ്രാവാക്യം വിളികളോടെയാണ് പങ്കെടുത്തത്. രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും കാത്തുസൂക്ഷിക്കുന്നതിനായി പ്രതിരോധ സംവിധാനത്തിന്റെ കാവലായി പ്രതികൂല കാലാവസ്ഥയിലും യഥാർത്ഥ ജാഗ്രതയോടെ നിലയുറപ്പിക്കുന്ന ഭൂകമ്പങ്ങൾ തുടങ്ങിയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിൽ സൈന്യം സജീവമായി ഇടപെടുന്നു. അവരൊരുക്കുന്ന സുരക്ഷയുടെ തണലിലാണ് നാം വരവ് കണ്ടുവന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ തിരിച്ചടിയുടെയും തുടർന്ന് തൃക്കരിപ്പൂർ നടക്കാവിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ച് സൈനികരും കുടുംബാംഗങ്ങളും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KV മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
പിലിക്കോട് ശാഖാ സെക്രട്ടറി KTV ഗിരീശൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃക്കരിപ്പൂർ ശാഖാ പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, സെക്രട്ടറി TP മുകുന്ദൻ, ലതാ ബാബു, പിലിക്കോട് ശാഖാ പ്രസിഡന്റ് K കൃഷ്ണൻ നായർ, പിലിക്കോട് ശാഖാ വനിതാ പ്രസിഡന്റ് P ബേബിക്കുട്ടി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വാസ്തുശില്പ ഭംഗിയോടെയുള്ള പൗരാണിക നിർമ്മിതികളും കാവും കുളങ്ങളും പച്ചപ്പും നിറഞ്ഞ വിശാലമായ ക്ഷേത്ര പരിസരവും മനോഹാരിത പകരുന്ന തൃക്കരിപ്പൂർ ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെത്തിയാൽ കൊടും ചൂടിലും കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളം ഏറെ ആകർഷകമാണ്. വിടർന്ന് പരിലസിക്കുന്ന കുളത്തിലെ താമരകൾ കാണാനും ചിത്രീകരിക്കാനും ദൂരദിക്കുകളിൽ നിന്നു പോലും ആളുകൾ എത്തുന്നുണ്ട്. ചെന്താമരകൾ സംരക്ഷിക്കാൻ മാത്രമായി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച കുളം എന്ന അത്യപൂർവതയും ഉദനൂർ ക്ഷേത്രത്തിനുണ്ട്. കത്തുന്ന ചൂടിലും കണ്ണിന് കുളിരേകുന്ന താമര വസന്തം കാണാൻ ഒട്ടനവധി പേരാണ് എത്തിച്ചേരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന കുളം നശിച്ചതോടെ സംസ്ഥാന സർക്കാരിന്റെ തീർത്ഥാടക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാസ്തുശില്പ ഭംഗിയോടെയുള്ള കുളം നവീകരിച്ചത്. വേനൽ കടുത്തതോടെ താമരകൾ നശിക്കാതിരിക്കാൻ ക്ഷേത്ര ജീവനക്കാർ കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് സംരക്ഷിക്കുന്നത്. വയലിന്റെ മധ്യത്തിലൂടെയുള്ള ക്ഷേത്രപാലക ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന വഴി കടന്ന് മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ വടക്കുഭാഗത്തായാണ് കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളമുള്ളത്. മനോഹരമായ ക്ഷേത്രകുളങ്ങളും കാവുകളും എണ്ണിയാലൊടുങ്ങാത്ത വൈവിധ്യങ്ങളുമായി ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരം ഏറെ വർഷങ്ങളായി ഫോട്ടോ വീഡിയോ ഷൂട്ടിനുള്ള ഇഷ്ടകേന്ദ്രമായി മാറിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ ദക്ഷിണ കർണാടകയിൽ നിന്നും നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. വിവാഹ സീസണിൽ ദിവസേന 4-5 കല്യാണ സംഘങ്ങളാണ് ഫോട്ടോ വീഡിയോ ഷൂട്ടിനായി എത്തിച്ചേരുന്നത്. വിവാഹം കൂടാതെ പിറന്നാൾ, റീലുകൾ, ഹ്രസ്വചിത്രങ്ങൾ എന്നിവയുടെ ലൊക്കേഷനായും ക്ഷേത്ര പരിസരം മാറിക്കഴിഞ്ഞു. ഫോട്ടോ വീഡിയോ ചിത്രീകരണത്തിന് തിരക്കേറിയതോടെ ക്ഷേത്രത്തിലെ പ്രധാന വരുമാന മാർഗമായും ഇത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തിൽ 40,000 രൂപയാണ് ഈ ഇനത്തിൽ മാത്രം ക്ഷേത്രത്തിൽ ലഭിച്ചത്. പടിഞ്ഞാറേ നടയിലെ പുരാണ നിർമ്മിതികളോടെയുള്ള പടിപ്പുരകളും സംരക്ഷിത സ്മാരകമായ കൊട്ടാരവും പരിസരവും ഫോട്ടോഷൂട്ടിന് തിരഞ്ഞെടുക്കുന്നവരേറെയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഈ ചെന്താമരക്കുളം കാണാൻ ഇവിടെ എത്തുന്ന ജനസഹസ്രം കണ്ടാൽ നമ്മുടെ നാട് എത്രയോ ഉത്തരോത്തരം ഉയരങ്ങളിലെത്തിയെന്ന് ഈശ്വരൻ്റെ സങ്കല്പമായി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു തന്നെയാണ്. തീർച്ചയായും ഉദനൂർ ദേശവാസികൾക്ക് എക്കാലം ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു പഴയ ഒരു കുളം നിർമ്മിച്ച് അതിമനോഹരമായി കെട്ടിലും നല്ല ഭംഗിയോടുകൂടി ചെന്താമരകൾ സംരക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംരക്ഷിച്ചു വരുന്ന ഇവിടെയുള്ള തീർച്ചയായും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ജീവനക്കാരാണ്, അവരുടെ പരിപാലനമാണ് ഈ ചെന്താമരക്കുളം സംരക്ഷിക്കപ്പെടുന്നത്. ഇനിയും നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിച്ച് നാടിനെക്കാലവും യശസ്സുയർത്താൻ ഇതിന് കഴിയണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വിശാലമായ ക്ഷേത്രവളപ്പ് പ്രയോജനപ്പെടുത്തി വിവിധോദ്ദേശ പദ്ധതികൾ ആലോചിച്ചാൽ തീർത്ഥാടക ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് മുന്നിലുള്ളത്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാട്ടുകുക്കെ ശ്രീ സുബ്രായ ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന് സമാപനമായി. സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി ആലങ്കോട് ശ്രീ ധൂമാവതി നൃത്തസംഘം അവതരിപ്പിച്ച ഫ്യൂഷൻ തിരുവാതിര ശ്രദ്ധേയമായി. കാട്ടുകുക്കെ ശ്രീ സുബ്രായ ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ ഭാഗമായി മന്നിപ്പാടിയിലെ ആലങ്കോട് ശ്രീ ധൂമാവതി നൃത്തസംഘം അവതരിപ്പിച്ച ഫ്യൂഷൻ തിരുവാതിര ജനങ്ങളെ ആവേശഭരിതമാക്കി.
ഓമന രവി, പൂർണിമ രാജേഷ്, അനുശ്രീ, ഷീബ സതീഷ്, ലത വസന്ത്, വിനിത റാവു, അശ്വിനി ശരത്, ഡോക്ടർ ചൈത്ര രവി, ഡോക്ടർ മൃദുല രാഘവൻ, ധന്യശ്രീ, രമ്യ, അമിത ശരത്, സൗമ്യ സുനീഷ് കാന്തിക്കരെ എന്നിവരാണ് ക്ഷേത്രത്തിലെ സ്കന്ദ മണ്ഡപത്തിൽ തിരുവാതിര അവതരിപ്പിച്ചത്. പ്രശസ്ത നാടക നടനും സംവിധായകനുമായ ഉദയകുമാർ മന്നിപ്പാടി പരിപാടിയുടെ അവതാരകനായിരുന്നു. രവി മണിയാണി, കുഞ്ഞിരാമ മണിയാണി, രാഘവ് മന്നിപ്പാടി, ജയകുമാർ മന്നിപ്പാടി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ കലാകാരികളെ ഷാളുകളും മൊമന്റോകളും നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് 16-17 തീയതികളിൽ പടന്നക്കാട് കാർഷിക കോളേജിൽ വച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 51ാമത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പടന്നക്കാട് കാർഷിക കോളേജിൽ മെയ് 16-17 തീയതികളിൽ നടക്കും. 16-ന് കൗൺസിൽ യോഗവും തുടർന്ന് UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻ 2005 പ്രതിരോധവും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജ്മോഹൻ അധ്യക്ഷത വഹിക്കുന്ന സെമിനാർ CPIM ജില്ലാ സെക്രട്ടറിയും സമ്മേളന രക്ഷാധികാരിയുമായ M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് ജോയിന്റ് സെക്രട്ടറി CV ഡെന്നി അഭിവാദ്യം ചെയ്യും. തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. മെയ് 17 നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക സർവകലാശാലയുടെ മഞ്ചേശ്വരം മുതൽ ബാലരാമപുരം വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാരുടെ 250 പ്രതിനിധികൾ പങ്കെടുക്കും. അസോസിയേഷൻ പ്രസിഡന്റ് NR സാജൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ VV രമേശൻ സ്വാഗതം പറയുന്ന സമ്മേളനത്തിൽ അധ്യാപക, തൊഴിലാളി, പെൻഷൻ സംഘടനകളുടെ നേതാക്കൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. 1998 പടന്നക്കാട് കാർഷിക കോളേജ് രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത്. വാർത്താ സമ്മേളനത്തിൽ VV രമേശൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സതീഷ് കുമാർ M, അജിത് J, രാജേഷ് CV, ജിഷ്ണുരാജ് MV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി പുസ്തകോത്സവം മെയ് 16 മുതൽ. ദുർഗ ഹൈസ്കൂളിൽ 16-ന് രാവിലെ 10:30-ന് E ചന്ദ്രശേഖരൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം മെയ് 16, 17, 18 തീയതികളിൽ ദുർഗ ഹൈസ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50-ലധികം പ്രസാധകരുടെ 100 പുസ്തക സ്റ്റാളുകൾ പുസ്തകമേളയിലുണ്ടാകും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രസാധകരുടെ മികച്ചതും ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയതുമായ പുസ്തകങ്ങൾ ഗ്രന്ഥശാലകൾക്കും പൊതുജനങ്ങൾക്കും വിലക്കിഴിവോടെ പുസ്തകോത്സവത്തിൽ ലഭ്യമാകും. 14.5 കോടി രൂപയാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് ലൈബ്രറി കൗൺസിൽ പുസ്തകം വാങ്ങുവാൻ ഗ്രാന്റായി നൽകുന്നത്. കാസർഗോഡ് ജില്ലയിലെ 478 ഗ്രന്ഥശാലകൾക്ക് 85 ലക്ഷം രൂപയാണ് പുസ്തക ഗ്രാന്റ്. അത്യുത്തര കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിസ്തുലമായ പങ്കുവഹിച്ച വിവാൻ KK നായരുടെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന്റെ നാമധേയമാണ് പുസ്തകോത്സവ നഗരിക്ക് നൽകിയിരിക്കുന്നത്. ഈയിടെ വിട്ടുപിരിഞ്ഞ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന G അംബുജാക്ഷന്റെ പേരിലുള്ള നഗറിലാണ് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക. മെയ് 16-ന് രാവിലെ 10:30-ന് E ചന്ദ്രശേഖരൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പുസ്തകം എത്ര കാലം എന്ന വിഷയത്തിൽ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തും. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ വിധാൻ KK നായർ ജന്മദശാബ്ദി അനുസ്മരണം നടത്തും. വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഗ്രന്ഥാലോകം മുഖ്യ പത്രാധിപർ PVK പനയാൽ പ്രകാശനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് ഭാഷ സംസ്കാര വൈവിധ്യം, പ്രതിരോധവും അതിജീവനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടക്കും. 18-ന് രാവിലെ 11-ന് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നാടകോത്സവത്തിൽ സമ്മാനം നേടിയ കാസർഗോഡ് ജില്ലാ നാടക സംഘാംഗങ്ങൾ സംസ്ഥാന വായന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തച്ചങ്ങാട് ഹൈസ്കൂളിലെ K പൃഥ്വിരാജ്, N വൈഷ്ണവി എന്നിവരെ അനുമോദിക്കും. നാടക സംവിധായകൻ V ശശി ഉപഹാര സമർപ്പണം നടത്തും. P മുരളീധരൻ അനുമോദന ഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം നാടകകൃത്ത് രാജ്മോഹൻ നീലീശ്വരം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV കുഞ്ഞിരാമൻ കൺവീനർ ഡോക്ടർ P പ്രഭാകരൻ, PVK പനയാൾ, P വേണുഗോപാലൻ, പപ്പൻ കുട്ടമത്ത്, T രാജൻ, K പ്രേസനൻ, സുനിൽ പട്ടേന എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് ഹൊസ്ദുർഗിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി.
സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. പടന്നക്കാട്ട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത കേസിൽ ഹോസ്ദുർഗ് പോക്സോ കോടതിയിൽ അന്തിമവാദം തുടങ്ങി. മുളിയാറിൽ കിണറിൽ കുടുങ്ങിയ 50-കാരന് രക്ഷകരായി കാസർഗോഡ് അഗ്നിരക്ഷാസേന. കിണർ വൃത്തിയാക്കുന്നതിനിടെ തളർച്ച അനുഭവപ്പെട്ട ശിവൻ എന്ന തൊഴിലാളിയെയാണ് രക്ഷിച്ചത്. ചെറുവത്തൂർ ഉപജില്ലാതല അധ്യാപക സംഗമത്തിന് തുടക്കമായി. ഉപജില്ലാതല ഉദ്ഘാടനം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രസന്നകുമാരി നിർവഹിച്ചു. വെളിച്ചം അന്താരാഷ്ട്ര ഖുർആൻ പഠന പദ്ധതിയുടെ സംസ്ഥാനതല സംഗമം മെയ് 18-ന് കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് കോൺഫറൻസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം നടന്നു. സയ്യിദ് ഷറഫുദ്ദീൻ ജമലുൽ ലൈലി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.